ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന പദപ്രയോഗം നടത്തുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നേരം അത് വിട്ടു. വീണ്ടും അദ്ദേഹം അതിൽ തന്നെ അതൊരു നികൃഷ്ടമായ പദപ്രയോഗമാണെന്നുള്ള രൂപത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താനുള്ളത്, 12 വർഷക്കാലം ദേശാഭിമാനി റിപ്പോർട്ടറായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ദേശാഭിമാനി ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോൾ മാഷ് അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെ വേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു പത്രത്തിൻ്റെ പത്രപ്രവർത്തകനായി 12 വർഷക്കാലം പ്രവർത്തിച്ച ഒരാൾ തന്നെ. അതായത് MV ഗോവിന്ദൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ദേശാഭിമാനിക്ക് ഒരു വിശദീകരണമുണ്ട്. ആ ദേശാഭിമാനിയുടെ വിശദീകരണം അനുസരിച്ചാണെങ്കിൽ ഈ മാഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ, അങ്ങനെ ഒരാൾ ഒരു സമൂഹത്തിന് മുഴുവൻ മാഷ് ആവേണ്ടതില്ല, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അത് വെച്ച് വാർത്തകൾ എഴുതുകയും അങ്ങനെ വാർത്ത എഴുതിയതിൻ്റെ ഭാഗമായി മാഷ് എന്ന് ഒഴിവാക്കിയതിന് പലരുമായി തർക്കം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത അനുഭവം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ബോധപൂർവ്വം ഗോവിന്ദ മാഷെ അപമാനിക്കാനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് ഗോവിന്ദ മാഷോട് അങ്ങനെ ഒരു വിയോജിപ്പൊന്നുള്ള ആളല്ല, നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനുമാണ്. അതുകൊട്ടെ, അതല്ല ഞാൻ പറയാം. അപ്പം നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. സ്വകാര്യ മൂലധനം പാടില്ല എന്നൊരു നിലപാട് മാർക്സിസം ഒരു സ്ഥലത്തിലും ഒരിടത്തും എടുത്തിട്ടില്ല. പ്രശ്നം ഇതാണ്, നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത വർഗ്ഗങ്ങളുണ്ട്. ലെനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഓരോ വർഗത്തിൻ്റെയും പ്രതിനിധിയായി രൂപപ്പെടുന്നതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. അതുപോലെ മുതലാളി വർഗത്തിന് വ്യത്യസ്ത മുതലാളി വർഗ്ഗങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നത് എന്ത് എന്നതാണ് പ്രശ്നം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യങ്ങളെ, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ, ഞങ്ങളിപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങളെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. അതിന് പകരം ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവണോ വെച്ചാൽ, ഇന്ന് ശ്രീമതി ടീച്ചറുടെ ഒരു വിശദീകരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചു. അവർ പറയുകയാണ്, മൂന്നാമത് പിണറായി ഗവൺമെൻറ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. മൂന്നാമത് പിണറായി ഗവൺമെൻറ് ഉണ്ടാവും. ഞാൻ പലരോടും ചോദിക്കുന്നതിനെ കുറിച്ച് അവർ പറയുകയാണ്, ഞാൻ കച്ചവടക്കാരോട് ചോദിച്ചു, മുതലാളിമാരോട് ചോദിച്ചു, അങ്ങനെയുള്ള കുറേ ആളുകളോട് ചോദിച്ചു. അവർക്കൊക്കെ പിണറായി ഗവൺമെൻറ് വരുന്നത് വലിയ താല്പര്യമാണ്. നിങ്ങൾ ആ ബൈറ്റ് എടുത്തൊന്ന് പരിശോധിച്ചാൽ അറിയാം. ആ ശ്രീമതി ടീച്ചർ സാധാരണ തൊഴിലാളിയോട് അല്ലെങ്കിൽ കൃഷിക്കാരനോട്, നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് ഒരു 70 ലക്ഷത്തിലധികം വരുന്ന വിധവകളും അങ്ങനെ അഗതികളും ഒക്കെ ആയിട്ടുള്ളൊരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടുപുറത്തെ സാധാരണ മനുഷ്യർ. അവരോട് ഒന്നും ചോദിച്ചിട്ടല്ല നമ്മുടെ ശ്രീമതി ടീച്ചർ നിലപാടെടുക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ കേരളത്തിൽ 1957-ലാണല്ലോ VMSന്റെ ഗവൺമെൻറ് വരുന്നത്. അതിനുശേഷമുള്ള ഇത്രയും കാലത്തെ ഇടയ്ക്ക് പലതവണയായി ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്, വലതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ടത്, കേരളത്തിലെ ഉൽപ്പാദന മേഖലയിൽ എന്താ സംഭവിച്ചത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കേരളത്തിൻ്റെ കാർഷിക മേഖല മുകളിലോട്ടാണോ താഴോട്ടാണോ പോയത്? നമ്മൾ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വിഷുവിന് ഒരു മുറ പച്ചക്കറി, എല്ലാവരും പാടത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ, മെനഞ്ഞാന്നത്തെ പത്രത്തിലടക്കം വാർത്തയുണ്ട്, കേരളത്തിൻ്റെ അടിസ്ഥാന ഭക്ഷണമായിട്ടുള്ള അരിയുടെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അരിയുടെ മാത്രമല്ല, എല്ലാ കാർഷിക ഉൽപ്പാദനവും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുന്നതിനാവശ്യമായിട്ടൊരു പദ്ധതി ഈ കാലം അത്രയും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ അഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ, പുതിയ കാലത്ത് ഈ തൊഴിലാളി വർഗത്തിൻ്റെ ബദൽ പരിപാടികളോ അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറയുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവമോ അതുപോലുള്ള കാര്യങ്ങളൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. ഗോവിന്ദ മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം നമുക്ക് പ്രായോഗികമല്ല. അദ്ദേഹത്തിന് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് പറഞ്ഞാണ്. പോട്ടെ, ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്താണ്, കേരളത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പ്രായോഗികമല്ല. പറയുന്ന കേട്ടാ തോന്നുന്നു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഞാനോ ഗോവിന്ദ മാഷോ അങ്ങനെ ആരെയൊക്കെ ചേർന്ന് നടപ്പിലാക്കുന്നത്. അങ്ങനെയല്ല. അത് പ്രകൃതിയുടെ വികാസവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത്. ആയിക്കോട്ടെ, മനസ്സിലാക്കി വെച്ച കാര്യങ്ങളുമായിട്ട് അദ്ദേഹം പറയണം, ഈ തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ തൊഴിലാളി വർഗ ബദൽ എന്ന് പറയുന്നത്, ഇതുപോലുള്ള സംവിധാനമൊന്നും പുതിയ ലോകത്ത് നടപ്പിലാകുക സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ അടിസ്ഥാന നിലപാടുകൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ഞങ്ങളൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയായി, ഇന്ത്യയിലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ഒരു കാര്യമോട് ഞാൻ പറയാം, ഇതൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടുകൂടിയാണ്. ഞാൻ എൻ്റെ കൗമാരവും യൗവനവും ഒക്കെ സമർപ്പിച്ചത് ഈ പാർട്ടിക്കാണ്. ഒരു തൊഴിലിന് പോലും പോവാതെ പാർട്ടി നിശ്ചയിച്ച തൊഴിൽ മാത്രം ചെയ്തിട്ട് ഇന്ത്യയിലൊരു തൊഴിലാളി വർഗ വിപ്ലവം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ച ഒരാളാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, അതിനുണ്ടാകുന്ന പരിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതാണ് പ്രശ്നം. അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ആരുമില്ലാതായി തീരുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ കേവലമായ വാചകം ഇങ്ങനെ കുറെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ വന്നു, 57-ൽ ബിർള വന്നു, 71-ൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്
സംബന്ധിച്ച് കേരളത്തിന് കാഴ്ചപ്പാട് പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേലെ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണ്. തൊഴിലാളി വർഗ ഒരു ഇന്ത്യൻ തൊഴിലാളി വർഗ വിപ്ലവം സ്ഥാപിക്കലാണ് നമ്മുടെ ചുമതല. എനിക്ക് സമ്പത്തിനോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിനോട്ട് പുറത്തോട്ട് കടന്നാൽ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിന് ശേഷം നിൽക്കുന്നത്? എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ആസാദ് വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 2014 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയ വോട്ടെടുക്കുക, 2024 10 വർഷത്തിന് ശേഷം 24 കിട്ടിയ വോട്ടെടുക്കുക, എന്നിട്ടൊരു പരിശോധന നടത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നിങ്ങൾ വലിയ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ആസാദ് അംഗത്വത്തിൽ വന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അംഗത്വത്തിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. അംഗത്വത്തിനെ കുറിച്ച് വിശദീകരിച്ചതിന്റെ ഭാഗമായിട്ട് വേണം നിങ്ങൾ ഗോവിന്ദ മാഷ് മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നേരത്തെ അതിന്റെ ഭരണഘടന അനുസരിച്ച് പാർട്ടി അംഗമായിട്ടുള്ള ഒരാൾ മദ്യപിക്കാൻ പാടില്ല എന്നാണ്. മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിപ്ലവം നടത്തേണ്ട രാഷ്ട്രീയ പാർട്ടിയുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് മദ്യപിക്കുമ്പോൾ ഒരാൾക്ക് കഴിവില്ലാതാവുകയും പാർട്ടി രഹസ്യങ്ങൾ ചോർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഇതിൽ ഒരു മാറ്റം ഇപ്പോഴും വരുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഡോക്ടർ സമ്പത്തിനോട് ചോദിക്കുന്നു, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ അതിലെ അംഗങ്ങളിൽ 90% ആളുകൾ മദ്യപിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സമ്പത്തിന് അത് നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് അവരെ തിരുത്തുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റിയെടുക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. വെറുതെ നമ്മൾ സമ്മേളനത്തിന് മുന്നോടിയൊക്കെ നടത്തുന്ന പത്രസമ്മേളനമൊക്കെ വാചകം അടിച്ചുകൊണ്ടിരിക്കും എന്നതിനപ്പുറത്തോട്ട് നിങ്ങൾ നിങ്ങളുടെയൊക്കെ പ്രദേശത്തെടുത്ത് പരിശോധിച്ചാൽ മതി. ഹാഷ്മിയുടെ പ്രദേശത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരായിട്ടും മെമ്പർമാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ